ഒക്കെ സംസ്കൃതത്തിലാ. പിന്നെ കൈകൊണ്ട് കാണിക്കുന്ന മുദ്രയെ അറിയണം. മനസ്സിലാക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിലും മാപ്പിളാർക്ക് എന്ത് മനസ്സിലാവാനാ? നിങ്ങളുടെ പുരാണത്തിലെ കഥയൊക്കെ ഞമ്മക്ക് തിരിയും. പക്ഷേങ്കിൽ നമുക്കൊരു കാര്യം പിടിച്ച്, ഈ പെമ്പറനാത്തിൻ്റെ ഒരു കേമത്തം. ഈടുള്ള കോലങ്ങളിലൊക്കെ നമ്മൾ ആണുങ്ങളുടെ വേഷമല്ലേ കാണാറുള്ളൂ. ഇതെനിക്കൊരു പുതിയതാണ്. നമ്പ്യാരെ ഓളെ ഞമ്മക്കൊന്ന് പരിചയപ്പെട്ടു. അതെന്തിനാ തങ്ങളെ? നമ്മുടെ ബീബീൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണാ. ഓളെ ഞമ്മക്ക് ഈ കളി പഠിപ്പിക്കണം, അല്ലേ ബീബി? തങ്ങൾ ഒരു തമാശക്കാരൻ തന്നെ. നമ്പ്യാരെന്താ കരുതുന്നത്? മാപ്പിള പെൺകുട്ടികൾക്ക് ഒപ്പന മാത്രമേ പറ്റുന്ന? നോക്കിക്കോ, നമ്മുടെ മോളി കളി പഠിക്കുന്നു. പക്ഷേങ്കിൽ നിങ്ങളുടെ ഉത്സവത്തിന് നടത്താൻ ഇടങ്ങേറ് നിൽക്കരുത്. കണ്ടോ നമ്പ്യാർ ഒഴിഞ്ഞു മാറുന്ന? താങ്കൾ എന്താ വിചാരിക്കുന്നത്? ഹിന്ദുക്കുട്ടികൾ വേഷം കെട്ടിയാലും പലയിടത്തും നടത്താൻ സമ്മതിക്കുകയില്ല. ഓരോ അമ്പലത്തിലും ഓരോ കുടുംബത്തിന്റെ അവകാശ. ആ സമുദായത്തിൽപ്പെട്ടവരെ അവിടെ നടത്താൻ സമ്മതിക്കൂ. ഇപ്പോഴാ അന്യജാതിക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ കുട്ടിയും അങ്ങനെയുള്ളതാ. അതിനൊരരങ്ങുമായി. അതുകൊണ്ട് വന്നതാ. നിങ്ങൾക്ക് കാശ് കൊടുക്കുക, അതൊരു പരിപാടിയായി അല്ലേ? എന്താ ബേബി, വല്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? അടിവയറ്റില് വല്ലാത്ത വേദന, ഇരിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോണോ? എന്നെ ഒന്ന് താങ്ങിക്കോ. എന്താ, എന്ത് പറ്റി? അർജുന്മാരോട് ഒരു കസേരയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ദേവിക്ക് നൊമ്പലം വന്നു എന്നാ തോന്നുന്നത്. പെണ്ണാ? കുട്ടീൻ്റെ ഉമ്മാക്ക് എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. മുക്കറി വേഗം ബാങ്ക് കൊടുക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു കുഞ്ഞി ബീവി നിർത്ത്. ഈ മന്ത്രിച്ച ചരടും കൂടി അങ്ങക്ക് ഓൻ ഓർക്കാൻ കണ്ട സമയം. ഈടെ തൂങ്ങി നിൽക്കാതെ കണാരൻ്റെ വീട്ടിൽ പോയി ആ പെണ്ണിൻ്റെ കാര്യം എന്തായാലും നോക്ക്. എടാ അദ്രുമാനെ, നീയും കൂടി ചെല്ല്. നീലി എന്താടാ നീലിക്ക് എന്തോ പറ്റി? ഓക്ക് വേദന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓളങ്ങ് തളർന്നു, തീർന്നുമില്ല. ഓടെ കൂടെ ആരുണ്ടടാ? പരത്തിപ്പറ്റിച്ചുകൊണ്ടേ. പിന്നെ കണാരൻ്റെ പെണ്ണുങ്ങളും. പിന്നെ എന്തിനാടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്ന് പറയാൻ പൊക്കി പറഞ്ഞു. ഇന്നെപ്പോലുള്ള നോക്കിക്കുമ്പോഴാ ഓക്ക് നൊമ്പലം കിട്ടുന്നത്. എടുത്തോണ്ട് പോടാ ആശുപത്രിയിലോട്ട്. ഓടാ. ആടെത്തിയിട്ട് വിവരം തന്നെ അറിയിക്കണം. വേഗം ചെല്ലേ. ആ നീലി പെറ്റോടാ? പെറ്റി. കുഞ്ഞനെന്താ? എൻ്റെ നാ ഇറങ്ങിപ്പോയ. പക്ഷേങ്കിൽ ഓക്ക് ചോര പോക്ക് നിൽക്കുന്നില്ല. നമ്മളെയൊക്കെ ചോര എടുത്തു, എന്നിട്ടും നിൽക്കുന്നില്ലെന്നാ പറയുന്നത്. അതാ ഞാനിങ്ങോട്ട് വന്നേ. കുഞ്ഞിന് ജീവനുണ്ടോടാ? ചെയ്ത്താനെ എന്നൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റുന്നത്? ഇനി മുല കൊടുത്തോ? ഇവിടെ എന്ത് പെണ്ണുങ്ങൾ ആരും പെറ്റി കിടക്കുന്നില്ല. തള്ളയില്ലാതെ വെച്ച് ഈ കുഞ്ഞിന് മുല കുടിക്കണ്ടേ? ഈടുള്ള അഹിന്ദുക്കളുടെ മുലയൊക്കെ പറ്റിപ്പോയോ? ചോദിച്ചു കേട്ടില്ലേ? ബാങ്ക് കാമത്തും കൊടുക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു ഇലാഹ കുഞ്ഞാലി ആറ്റോടി കുഞ്ഞിന് മുല കൊടുക്കാൻ പറ. ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറയണം. എന്നിട്ട് ഈനെയും കൂടി പൂക്കുഞ്ഞിനെടുത്ത് കിടത്തണം. ഓ ഓ ഓ ഓ ഓ കുടിക്ക്. രണ്ടും കൂടി കുടിച്ചു കുടിച്ച് എന്റെ ചോരയും കൂടി കുടിക്ക്. ഇനി രണ്ടാക്കും കൂടെ മുല കൊടുക്കാൻ എന്നെ കൊണ്ടാവൂല. നീ ബേജാറാവാതെ. ഓർക്കൊരു സന്തോഷായിക്കോട്ടെ. നീ ഇരട്ട പറ്റാണെന്ന് കരുതിയാ മതി. ഈ ഹറാത്തിന്റെ കൂടെ കിടക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ക്ഷീണം ചെയ്താൻ ചോര വലിച്ച് കുടിക്കല്ലേ? എന്റെ റബ്ബേ, എനിക്ക് എന്നിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. എന്നാ ആറ്റ ഇനി മുതൽ കുഞ്ഞാലിക്ക് മുല കൊടുക്കണ്ട. ഓനെ നോക്കാൻ പാത്തുനോട് ഞാൻ പറയാം. ഓക്കാണേ കുട്ടികളുമില്ല. ഇങ്ങനെയും ഓളൊരു ഉമ്മയാവട്ടെ. ഓ ഓ ഓ ഓ.
തങ്ങൾക്കറിയാലോ കരിനിയമത്തിൻ്റെ കാല മോളി എന്ന് പറയുന്ന പോലെ പറ്റൂ. പിന്നെ തങ്ങളിപ്പം നമ്പൂതിരിപ്പാടിൻ്റെ കൂടെയല്ലേ. ഭയപ്പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ കയ്യാറായി. വെറുതെ നോക്കിക്കാട്ട് ബാഗ് സൂപ്പറായിട്ട് കുഞ്ഞാലിക്ക് ബാഗ് കൊടുക്കും, അല്ലെങ്കിൽ ഓൻ ഉറങ്ങും. ബാഗ് കുഞ്ഞാലിക്ക് വിശക്കുന്നില്ലേ? കളിമതിയാക്കി വേഗം പോയി കുളിക്ക്. നെയ്ച്ചോറ് തിന്നാറായി. ബീക്കുട്ടി ഈയും പോയി കുളിക്ക്. കഴിക്ക്. മതി തങ്ങളുപ്പ, കഴിക്ക്. മതി. ഇതും കൂടി. എന്റെ പൊന്നു എന്റെ നല്ല മോനല്ലേ. മതി. കഴിക്ക്. ബീക്കുട്ടി മോളെ ഈ എവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഇവിടെ കൂടെ വരണ്ട. വാ.